വെങ്ങോല പഞ്ചായത്തിൽ ഭരണസ്തംഭനമെന്ന് CPIM. പരിഹാരം ആവശ്യപ്പെട്ട് വെങ്ങോല അറക്കപ്പടി ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങോല പഞ്ചായത്ത് ഭരണസമിതി നിഷ്ക്രിയമെന്നും അഴിമതി വാഴ്ചയാണെന്നും നിലവിൽ നടക്കുന്നതെന്നാരോപിച്ച് CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വെങ്ങോല അറക്കപ്പടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. മലയാമ്പുറത്തുപടിയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം PM സലീം അധ്യക്ഷത വഹിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ഉദ്ഘാടനം ചെയ്തു. സമരത്തിന് അടിസ്ഥാനപരമായ മുദ്രാവാക്യത്തെ സംബന്ധിച്ച് സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണം എന്നെന്നില്ലാത്ത വിധത്തിലുള്ള ഒരു തകർച്ചയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാലയളവിൽ നമ്മൾ കണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കേണ്ട പദ്ധതികളെല്ലാം താറുമാറായി മാറുന്നു. പഞ്ചായത്തിന്റെ അകത്തളമാണെങ്കിൽ കൈക്കൂലിയുടെ കേന്ദ്രമായി മാറുന്നു. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത നമ്മളെ കൂടാതെ 2020 പഞ്ചായത്താണ്. 2020 ഏതാണ്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നെല്ലാം പറഞ്ഞു വന്നിട്ട് നമ്മുടെ ജില്ലയിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സമീപ പ്രദേശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം. ഇവിടെ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ചെയ്യുന്ന തെറ്റുകൾക്കൊപ്പം പല ഘട്ടങ്ങളിലും 2020 കൈകോർക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ആവശ്യമായ നീക്കുപോക്കുകൾ അവർ തമ്മിൽ നടത്തിക്കൊണ്ട് ഈ നാട്ടിന്റെ ജനതയെ ഒറ്റുന്ന സമീപനം, വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ കൈക്കൂലിയായ ഉദ്യോഗസ്ഥന്മാരെ ഭരണാധികാരികൾ തന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ നിൽക്കും? ഞാൻ വരുന്ന വഴി കേട്ടത് മരണ സർട്ടിഫിക്കറ്റിന് പോലും കൈക്കൂലി വാങ്ങിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറി എന്നാണ്. അങ്ങനെ ഒരുത്തൻ ഈ കേരളത്തിൽ വേറൊരിടത്തുണ്ടാവില്ല. അങ്ങനെ ഒരുത്തനെ നിങ്ങൾ ഇടപെട്ട് സ്ഥലം മാറ്റുന്നതിനോടൊപ്പം തന്നെ അവനൊരു പൊടിയിട്ട നോട്ടും കൊടുത്ത് സർവീസിൽ നിന്ന് അവിടെ തെറിപ്പിക്കാനുള്ള പണിയാണ് ചെയ്യേണ്ടത്. ഇനി ഏതായാലും സ്ഥലം മാറ്റിയെങ്കിൽ ആ മാറ്റിയ സ്ഥലത്തോടെ പാർട്ടിക്കാരോട് വിളിച്ചു പറയണം, ഈ മാതിരി ഒരു സൈസാണ് വരുന്നത്, നിങ്ങൾക്ക് ഒരു പൊടിയിട്ട നോട്ട് വച്ചിട്ട് തട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇവരെയൊക്കെ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. പാർട്ടി നേതാക്കളായ CN അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് NC മോഹൻ, M. ബീരാസ്, NR വിജയൻ, നിഖിൽ ബാബു, MK ബാലൻ, CV ഐസക്, PA അസ്കർ, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, KE കുഞ്ഞുമുഹമ്മദ്, AM സുബൈർ, ബിബിൻ ഷാ യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. KSCB ഓഫീസായി പിന്നീട് മാറിയിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ് 23 അംഗങ്ങളുള്ള പഞ്ചായത്തായി മാറിയ സാഹചര്യത്തിനകത്ത് ഒട്ടും സൗകര്യമില്ലാത്ത സാഹചര്യവും പഞ്ചായത്തിന്റെ അധികാരവും വിഭവവും എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ അനിവാര്യമായി വേണ്ടേണ്ട ഒരു പഞ്ചായത്തിന്റെ കെട്ടിടം പണിതത് ഇടതുപക്ഷ ഭരണസമിതിയാണ്. ഷീല റജിയാണ് നേതൃത്വം നൽകിയത്. ആ ഭരണസമിതിയുടെ കാലത്ത് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസിനകത്ത് പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ നിർമ്മാണ വേലകൾ ഇവിടെ നടന്നിട്ടുള്ളത്. 60 ലക്ഷം രൂപയാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒട്ടിക്കാനും മറ്റു നടപടിക്രമങ്ങൾക്കും വിനിയോഗിച്ചത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർലമെന്ററി പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് ഇന്ന് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഓഫീസിന്റെ മുറി 21 അംഗങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാൻ കൃത്യമായും കഴിയുന്ന സംവിധാനമുള്ള ഓഫീസാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.